Hi friends, welcome back to our channel. 5ാം ക്ലാസ് ആനുവൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ 2018-19 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. Activity 1 reading comprehension. Read the story and answer the questions given below. അപ്പോൾ ഈ സ്റ്റോറി വായിച്ചിട്ട് അതിൻ്റെ താഴെയുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുക. അപ്പോൾ നമുക്ക് വായിച്ചു നോക്കാം. Once there lived a lion in the forest. He was the king of the animals. He killed many animals. The animals were in terror. They held a meeting and all the hares stood up. He was wise. He brought forth a plan. All the animals went to the lion. The animals told him that they would send one animal every day. The lion agreed. One day it was the hare's turn. He reached the lion late. The lion was angry. He asked the hare why he was late. The hare said that another lion had held him on the way. The lion told him to show him the other lion. The hare led him to deep well. The lion looked into the well and saw his own image in the water. He took his image from another lion. He at once jumped into the well and died. എന്താണ് ഒരു സിംഹത്തിൻ്റെ കഥയാണ് പറഞ്ഞത്. ഒരു സിംഹം കാട്ടിലുണ്ടായിരുന്നു. അത് കുറേ ആനിമൽസിനെ ഇങ്ങനെ കൊന്നു. എന്നിട്ട് എന്താണ്, അപ്പോൾ ആനിമൽസൊക്കെ ആകെ പേടിയായി. അപ്പോൾ അതിലൊരു ബുദ്ധിയുള്ളൊരു ഹെയർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഹെയർ പറഞ്ഞു ഓരോ ദിവസം ഓരോ ആനിമൽസിനെ ആയിട്ട് ലൈനിൻ്റെ അടുത്തേക്ക് വിടാമെന്ന്. എന്നിട്ട് ഹെയറിൻ്റെ ടേൺ ആയപ്പോൾ ഹെയർ നേരം വൈകിട്ടാണ് പോയത്. അപ്പോൾ പറഞ്ഞു ഒരു സിംഹം എൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സിംഹം പറഞ്ഞു ഒന്ന് കാണിച്ചു തരാൻ. എന്നാൽ ഒരു ഡീപ്പ് വെല്ലിൻ്റെ അവിടേക്ക് ഈ ഹെയർ ഈ സിംഹത്തിനെ കൊണ്ടുപോയി. എന്നിട്ട് ഈ സിംഹം സ്വന്തം ഈ നിഴൽ അതിൽ കണ്ടിട്ട് അങ്ങോട്ട് ചാടി ഈ സിംഹം മരിച്ചു. ഓക്കെ, അപ്പോൾ ആ സ്റ്റോറിയാണ് ഇവിടെ തന്നിട്ടുള്ളത്. ദ ഈവൻ വാസ് ഡസ് നോട്ട് appear in the story is. അപ്പോൾ ഇതിൽ നടക്കാത്ത ഇവന്റ് ഏതാണ്? The hare dug a deep well. The hare led the lion to a well. The lion saw his image in the well. The lion jumped into the well. അപ്പോൾ ഇതിൽ നടക്കാത്ത ഇവന്റ് എന്ന് പറയുന്നത് ഏതാണ്? ആദ്യത്തേതാണ് the hare dug a deep well. ഒരു ഡീപ്പ് വെല്ല് ഈ ഹെയർ ഡഗ് ചെയ്തു. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ അതാണ് നടക്കാത്ത ഇവന്റ്. രണ്ടാമത്തെ എന്താണ്? പിക്ക് ഔട്ട് എ വേർഡ് ഫ്രം ദ പാസേജ് വിച്ച് മീൻസ് ഫിയർ. ഫിയർ എന്ന് പറയുന്ന മീനിങ് വരുന്ന ഒരു വേർഡ്. വോയിസ്, ഇമേജ്, ടേൺ, ടെറർ. ഏതാണ് ടെറർ? ദ ലയൺ കിൽഡ് മെനി ആനിമൽസ്. ദ ലയൺ വാസ് അഫ്രേഡ് ഓഫ് ഹിം. വാട്ട് ഡിഡ് ദേ ഡു? ദെൻ they ran away from the forest. They decided to meet the lion. They held a meeting. They hid behind the bush. അപ്പോൾ ഇതിലാണ് അവരൊരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്തു. അപ്പോൾ they held a meeting. Then fourth question, he brought forth a plan. What was the plan? To kill the lion at night, to choose the hare as the king of animals, to send one animal every day, to wait for another 2 weeks. അപ്പോൾ ഏതാണ്? C ആണ്. To send one animal every day. Now fifth question, do you feel pity for the lion? Why? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്? ഇല്ല. എന്തുകൊണ്ടാണ്? He killed many animals. കുറേ ആനിമൽസിനെ ഈ ലയന് കൊന്നിട്ടുണ്ട്. അതുകൊണ്ട് സങ്കടം പിറ്റിയൊന്നും തോന്നുന്നില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 2. ആക്ടിവിറ്റി 2 സ്പീച്ച്. ഒരു സ്പീച്ച് തയ്യാറാക്കാണ്. ഗ്രേസി വാസ് നോട്ട് റെഡി ടു ഷെയർ ഹർ അംബർല വിത്ത് ലില്ലി. ലില്ലി ദ പുവർ ഗേൾ ഫേസ്ഡ് മെനി ഡിഫിക്കൽട്ടീസ്. ദ ന്യൂസ് റീച്ച്ഡ് മനു, ദ സ്കൂൾ ലീഡർ. ഹി ഡിസൈഡഡ് ടു ഡെലിവർ എ സ്പീച്ച് ഓൺ ദ അസംബ്ലി ഓൺ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽപ്പിംഗ് ഈച്ച് അതർ. എന്താണ്? ഗ്രേസി തൻ്റെ കുട ലില്ലിയുമായി ഷെയർ ചെയ്യാൻ സമ്മതിച്ചില്ല. അപ്പോൾ ഈ പുവർ ആയിട്ടുള്ള ഈ ലില്ലിയുടെ കണ്ടീഷൻസൊക്കെ സ്കൂൾ ലീഡർ അറിഞ്ഞു. അപ്പോൾ ഈ സ്കൂൾ ലീഡർ മറ്റുള്ളവരെ സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ടോപ്പിക്കിൽ ഒരു പ്രസംഗം, ഒരു സ്പീച്ച് തയ്യാറാക്കാണ്. പ്രിപ്പയർ മനു സ്പീച്ച്. അപ്പോൾ എന്താണ്? മനുവിൻ്റെ സ്പീച്ച് തയ്യാറാക്കണം. ഹിൻസ് തന്നിട്ടുണ്ട്. ഹൂ ഈസ് ദ സ്പീച്ച് അഡ്രസ്ഡ് ടു? ഹൗ വിൽ യു ബിഗിൻ ദ സ്പീച്ച്? വാട്ട് ആർ ദ ഐഡിയാസ് ദാറ്റ് യു വിഷ് ടു ടെൽ? ഹൗ വിൽ യു കൺക്ലൂഡ് യുവർ സ്പീച്ച്? അപ്പോൾ ഇതൊക്കെ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം മനുവിൻ്റെ സ്പീച്ച് തയ്യാറാക്കാൻ. അപ്പോൾ ഇനി ഹെൽപ്പിൻ്റെ കുറച്ച് കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. ഗുഡ് പേഴ്സൺ, സം വൺ ഇൻ നീഡ്, മേക്ക് എ ബെറ്റർ വേൾഡ്, ഗുഡ് ക്വാളിറ്റി, മേക്ക് അതേഴ്സ് ഹാപ്പി, ബി ഹാപ്പി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കുറച്ച് പോയിന്റ്സ് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ സ്പീച്ച് ഒന്ന് തയ്യാറാക്കി നോക്കാം. Respected teachers and dear friends, love gets love. It conveys the message that if you behave
lovely to other people, they will behave lovingly to you. There are many people around us who need our love and help. Help is a good quality. Only good person can help others. If we can help the needy, they will become happy. By helping the needy, we can make a better world. The story The Little Girl and the Umbrella tells us the need of helping the needy. So let us try our best to help the needy as we can. Thank you. അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് ആ സ്പീച്ച് അവിടെ അങ്ങനെ അവസാനിക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കി നോക്കാം. ആക്ടിവിറ്റി 3. ആക്ടിവിറ്റി 3 ഡിസ്ക്രിപ്ഷൻ ആണ്. ഈ ദ ഗ്രേറ്റ് അഡ്വെഞ്ചർ എന്ന് പറയുന്ന സ്റ്റോറിയിൽ ഒരു സീനാണ്. ഈ സീൻ നോക്കിയിട്ട് കൂട്ടുകാരെ ഡിസ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കൂട്ടുകാരുടെ വേർഡ്സിൽ ഇതിൽ എന്തൊക്കെ കാണുന്നുണ്ട്, കുട്ടികളൊക്കെ എന്താ ചെയ്യുന്നത്, അതൊക്കെ കൂടി കൂട്ടിയിട്ട് ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ എഴുതുക. ഒരു 5 lines ഒക്കെ മതി. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 4. ആക്ടിവിറ്റി 4 എന്താണ്? ആക്ടിവിറ്റി 4, Yasugi-chan returned home after the great adventure. He was very happy to climb the tree. His mother was waiting for him. What would be the conversation between Yasugi-chan and his mother? Yasugi-chan അല്ല, അവിടെ ടോട്ടോ-chan ആണ് ക്ലൈംബ് ചെയ്തത്. അപ്പോൾ ടോട്ടോ-chaനും ടോട്ടോ-chaൻ്റെ അമ്മയും തമ്മിലുള്ള കോൺവേഴ്സേഷൻ ആണ്. അത് നമുക്കത് തയ്യാറാക്കി നോക്കാം. Mother, good evening my son Toto-chan. Good evening mom, I want to say a big news. അപ്പോൾ mother, what is it? അപ്പോൾ എന്താണ് ആ ന്യൂസ്? Today I have done adventurous things. അപ്പോൾ ഞാൻ ഇന്ന് അഡ്വഞ്ചർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്തു. Oh really, what did you do? അപ്പോൾ നീ എന്താണ് ചെയ്തതെന്ന് അമ്മ ചോദിക്കുകയാണ്. I helped my friend Yasugi-chan to climb the tree. എൻ്റെ ഫ്രണ്ട് ആയിട്ടുള്ള യാസുക്കി-ചാനെ ഞാൻ ട്രീ ക്ലൈംബ് ചെയ്യാൻ വേണ്ടി സഹായിച്ചു. It's a great thing. How did you help him? അപ്പോൾ അതൊരു വലിയ കാര്യമാണ്. എങ്ങനെയാണ് നീ അവനെ സഹായിച്ചത്? I brought a ladder, I helped him. അപ്പോൾ ഒരു ലാഡർ മേടിച്ചിട്ടാണ് അവനെ സഹായിച്ചത്. അപ്പോൾ മദർ പറയും you both are safe, thank God. അപ്പോൾ രണ്ടാളും സേഫ് ആണല്ലോ. എന്നിട്ട് ദൈവത്തിനോട് നന്ദി പറഞ്ഞിട്ട് ആ കോൺവേഴ്സേഷൻ അവിടെ അങ്ങനെ അവസാനിക്കുകയാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കി നോക്കാം. ആക്ടിവിറ്റി 5, ന്യൂസ് റിപ്പോർട്ട്. You have read the story The Pear Pyre of Hamelin. The strange pyre got rid of all in Hamelin, but the man refused to give him the reward. Imagine you are the reporter of a newspaper in the town of Hamelin. Prepare a news report on the pyre pepper of Hamelin. അപ്പോൾ എന്താണ് ഒരു ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കുക. ഈ റിവാർഡ് കൊടുക്കാൻ മേയർ റിഫ്യൂസ് ചെയ്തു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കുക. ഫോളോയിങ് ക്വസ്റ്റ്യൻസ് വിൽ ഹെൽപ്പ് യു. വാട്ട് ഈസ് ദ ഹെഡ്ലൈൻ? വാട്ട് ഡിഡ് ദ ഇവന്റ് ടേക്ക് പ്ലേസ്? What is the main event? Who is the person involved in the event? When did it happen? Why did it happen? And how did it happen? അപ്പോൾ ഇതൊക്കെ ആഡ് ചെയ്തിട്ട് ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. Hundreds of children disappear. എന്നിട്ട് നമ്മൾ ഡേറ്റ് കൊടുക്കുക. A very sad incident occurred here yesterday. Hundreds of children of his town were mesmerized by the magic tune played by a pipper and they followed him. It is reported that the pipper and the children disappeared in the mountains. The pipper was promised to pay 10,000 gold coins if he could get rid of all the hats in the town. He played a particular tune and all the rats followed him and jumped into the sea. When he asked to the promised reward, the mayor tried to pay him only 500 gold coins. The pipper rejected the amount and played another tune. Hearing the airy tune, all the children of the town followed him and disappeared in the mountains with the pipper. It was clear that the pipper was taking revenge on the mayor. Okay, അപ്പോൾ ഇങ്ങനെയാണ് ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത്. നമുക്ക് നെക്സ്റ്റ് ലാസ്റ്റ് ആക്ടിവിറ്റി നോക്കി നോക്കാം. ആക്ടിവിറ്റി 6, എഡിറ്റിംഗ്. Activity 6, editing. Read the passage and edit the words underlined. Toto-chan jumped into the fog. Jumped എന്നതിൽ എന്താണ് jumped? സ്പെല്ലിംഗ് തെറ്റാണ്. B അല്ല P ആണ് വരിക. On to the fog, but she couldn't get Yasugi-chan into the tree. Into the tree അല്ല വരിക. On to the tree. On to the tree from the step ladder. She wanted so badly. ഷീയുടെ S ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. ഇവിടെ സ്മോൾ ആണ്, അപ്പോൾ ഇത് ക്യാപിറ്റൽ ലെറ്റർ ആക്കുക. So badly, have to അല്ല വരിക. To have Yasugi-chan onto her tree. She wanted to show him. Showed എന്നല്ല അവിടെ വരിക. Show him all sorts of things. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എഡിറ്റ് ചെയ്യേണ്ടത്. ഇത്രയും ആക്ടിവിറ്റീസ് ആയിരുന്നു ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.